ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗത്ത് PSC ആവർത്തിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് യൂസ്ഡ് ടൂവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഒട്ടനവധി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കാണാനായിട്ട് കഴിയും. നമുക്കിന്ന് യൂസ്ഡ് ടൂവിനെ എങ്ങനെയാണ് PSC പഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ് യൂസ്ഡ് ടൂവിനെ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. I used to dash when I was child. I used to dash when I was child. ഓപ്ഷനിൽ ഡാൻസിങ്, ഡാൻസ്ഡ്, ഡാൻസസ്, ഡാൻസ് വെർബുകളാണ്. നമ്മൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. യൂസ്ഡ് ടു കഴിഞ്ഞ് ഉപയോഗിക്കുന്ന പ്രയോഗം അല്ലെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. സിമ്പിളാണ്. യൂസ്ഡ് ടു കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. ഒന്നുകൂടി, യൂസ്ഡ് ടു കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. ബേസ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വെർബ്. ഇപ്പോൾ വർക്ക് എന്നൊരു വാക്കെടുക്കുന്നു. ആ വർക്ക് എന്ന വാക്കിനെ നമുക്ക് വർക്ക്സ്, വർക്കിംഗ്, വർക്ക്ഡ് ഇങ്ങനെ പല രീതിയിലും എഴുതാം. ഇതെല്ലാം ഉണ്ടായത് വർക്ക് എന്ന റൂട്ട് വാക്കിൽ നിന്നാണ്, ബേസ് വാക്കിൽ നിന്നാണ്. അങ്ങനെ യൂസ്ഡ് ടു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വാക്ക് വെർബ് എപ്പോഴും ബേസ് ഫോം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ SO, ESO, EDO, INGO അതിനോടൊപ്പം TO ഒന്നും വരില്ല. അതിൻ്റെ ബേസ് ഫോം മാത്രം ഉപയോഗിക്കണം. നമുക്കിവിടെ ഡാൻസ് എന്നുള്ളതിൻ്റെ ബേസ് ഫോം ഡാൻസിങ്, ഡാൻസ്ഡ്, ഡാൻസസ്, ഡാൻസ് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഏത് മാത്രമേ ഉള്ളൂ? ഡാൻസ് ആണ് അതിൻ്റെ ബേസ് ഫോം. ഡാൻസ്ഡ് എന്ന് പറയുന്നത് V2 ആണ്. ഡാൻസസ് എന്ന് പറയുന്നത് V1 കൺസെപ്റ്റായി പോയി. ഡാൻസിങ് എന്ന് പറയുന്നത് ING ഫോമാണ്. അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഏത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? യൂസ്ഡ് ടുവിന് ശേഷം ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. പ്രാഥമിക പാഠം അതാണ്. യൂസ്ഡ് ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലോ? ദെൻ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. Adam is used to dash late on weekends. Adam is used to dash late on weekends. ഇവിടെയും ഏത് പ്രയോഗമുണ്ട്? യൂസ്ഡ് ടു. യൂസ്ഡ് ടു കഴിഞ്ഞാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. 2013 VEO പരീക്ഷയുടെ ക്വസ്റ്റ്യനാണത്. അപ്പോൾ നോർമൽ നിയമപ്രകാരം യൂസ്ഡ് ടു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കുമെന്ന് നമ്മൾ പഠിച്ചത്? ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുമെന്ന് പഠിച്ചു. പക്ഷേ ഒരു PSC സ്റ്റുഡൻറ്റ് മനസ്സിലാക്കി വെക്കണം, ഇതൊക്കെ ട്രാപ്പ് ക്വസ്റ്റ്യനുകളാണ്. യൂസ്ഡ് ടു എന്ന പ്രയോഗത്തിന് മുന്നിൽ ഈ വാക്ക് നോക്കി, ഈസ്, ഇങ്ങനെ ഈസ്, ആർ, ആം പോലെയുള്ള ബി ഫോം, ഇതിനെ ബി ഫോം എന്നാണ് പറയുന്നത്. ബി കുടുംബത്തിലെ വാക്ക്. ഈസ്, ആർ, ആം പോലെയുള്ള വാക്കുകളുണ്ടെങ്കിൽ അതിനുശേഷം യൂസ്ഡ് ടുവിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ബേസ് ഫോം അല്ല ഉപയോഗിക്കേണ്ടത്. അവിടെ ING വെർബ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. കൺഫ്യൂഷൻ ആകരുത്. വളരെ റിലാക്സ് ചെയ്ത് കാര്യം മനസ്സിലാക്കുക. നിയമം ഇത്രമേ ഉള്ളൂ. യൂസ്ഡ് ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. യൂസ്ഡ് ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. എന്നാൽ യൂസ്ഡ് ടുവിന് മുന്നിൽ ബി ഫോം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈസ്, ആർ, ആം ഇവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ യൂസ്ഡ് ടുവിന് ശേഷം ഉപയോഗിക്കുന്നത് ING വെർബായിരിക്കണം. ഏതായിരിക്കണം? ING വെർബായിരിക്കണം. അപ്പോൾ ആഡം ഈസ് യൂസ്ഡ് ടു കഴിഞ്ഞാൽ എനിക്ക് ബേസ് ഫോം അല്ല ഞാൻ ഉപയോഗിക്കേണ്ടത്. ഏതാണ് ഉപയോഗിക്കേണ്ടത്? ING ഫോം. ഇവിടെ സ്ലീപ്പിംഗ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. സോ ആൻസർ ആഡം ഈസ് യൂസ്ഡ് ടു സ്ലീപ്പിംഗ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. സിമ്പിളാണ്, പക്ഷേ ഒട്ടുമിക്ക ചോദ്യ പേപ്പറിലും ഇത് കാണാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് യൂസ്ഡ് ടുവിനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന്, പ്രാഥമികമായ റൂൾ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് യൂസ്ഡ് ടുവിന് ശേഷം എങ്ങനെയാണ് വെർബ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ യൂസ്ഡ് ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? മാറ്റം വരുത്തി ചിന്തിക്കേണ്ടത് എപ്പോഴാണ്? എപ്പോഴെങ്കിലും ചോദ്യം പേപ്പറിൽ യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ഈസ്, ആർ, ആം പോലെയുള്ള ബി ഫോം ഉണ്ടെങ്കിൽ അതിനെ ബി യൂസ്ഡ് ടു എന്നാണ് പറയുന്നത്. അങ്ങനെ യൂസ്ഡ് ടുവിന് മുന്നിൽ ഈസ്, ആർ, ആം പോലെയുള്ള പ്രയോഗങ്ങൾ വരികയാണെങ്കിൽ, ബി ഫോം വരികയാണെങ്കിൽ അതിനുശേഷം എഴുതുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? ING വെർബായിരിക്കണം. സോ ആൻസർ സ്ലീപ്പിംഗ്.
ഈ കാര്യം അറിഞ്ഞുകൂടാതെ ഒന്നാമത്തെ നിയമം മാത്രം പഠിച്ചു വെക്കുന്ന ഒരാൾ ഈ യൂസ്ഡ് ടു കഴിഞ്ഞാൽ ബേസ് ഫോം എന്നുള്ള നിലയിൽ സ്ലീപ്പ് എഴുതി വെക്കാനാണ് സാധ്യത. അവിടെ അയാൾക്ക് മാർക്ക് കിട്ടില്ല, സ്ലീപ്പിംഗ് എഴുതുന്ന ആളിനെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി യൂസ്ഡ് ടുവിനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും കൂടെ ഈ ഹെഡിങ്ങിൽ പഠിക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഹി യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്. ഇംഗ്ലീഷിലുള്ള ഓക്സിലറി വെർബുകളിൽ ഒന്നാണ് യൂസ്ഡ് ടു. ക്വസ്റ്റ്യൻ ടാഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുന്നത് എപ്പോഴും ഓക്സിലറി വെർബിലായിരിക്കണം. ഈസ് ആണെങ്കിൽ ഈസിൽ ആരംഭിക്കും, വാസ് ആണെങ്കിൽ വാസിൽ ആരംഭിക്കും. യൂസ്ഡ് ടുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ആ ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കാൻ പാടില്ല, പകരം ഡിഡ് എന്ന കൺസെപ്റ്റിൽ ഉപയോഗിക്കണം. ഇത് യൂസ്ഡ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിലെ കൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? യൂസ്ഡ് ടു വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ്ഡ് ടു വരുമ്പോൾ യൂസ്ഡ് ടു ഉപയോഗിക്കാൻ പാടില്ല, പകരം ഏത് ഓക്സിലറി വെർബ് ഉപയോഗിക്കണം? ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ദെൻ എങ്ങനെ ടാഗ് എഴുതുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്? ഒരു സെൻറ്റൻസ് നോക്കും, ആ സെൻറ്റൻസിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നോട്ട് ചേർക്കും, ആ കൺസെപ്റ്റിൽ എഴുതും. ഹി യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ്. സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദെൻ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ ചേർക്കും? ഇൻഡ് ചേർക്കും, നോട്ട് എന്ന വാക്ക് ചേർക്കും, ഡിഡിൻറ്റ്. ക്വസ്റ്റ്യൻ ടാഗിൽ മൂന്നാമത് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് നോക്കും. ഇവിടെ ഹി, അതായത് അതൊരു പ്രോനൗൺ ആണ്, ആ പ്രോനൗണിനെ ലാസ്റ്റ് എഴുതും. ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് ഇവിടെ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നില്ല. യൂസ്ഡ് ടു എന്ന വാക്കിനെ ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, യൂസ്ഡ് ടു ഒരു ഓക്സിലറി വെർബ് കൂടിയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ ആ ഓക്സിലറി ഉപയോഗിക്കില്ല, പകരം യൂസ്ഡ് ടു വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തിൽ ആരംഭിക്കണം? ഡിഡ് എന്ന വാക്കിൽ ആരംഭിക്കണം. അപ്പോൾ യൂസ്ഡ് ടുവിൻ്റെ 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. നമുക്ക് ഒന്നുകൂടി അത് നോക്കാം. പോയിൻ്റ് 1 എന്ന് പറയുന്നത് യൂസ്ഡ് ടുവിന് ശേഷം ഉപയോഗിക്കുന്ന വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കണം, റൂട്ട് വെർബ് ആയിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്താ പഠിച്ചത്? യൂസ്ഡ് ടുവിന് മുന്നിൽ ബി ഫോം ആരെങ്കിലും വന്നാൽ, ബി യൂസ്ഡ് ടു എന്ന പ്രയോഗം വന്നാൽ, അങ്ങനെ ബി ഫോം ആരെങ്കിലും വന്നാൽ ആ യൂസ്ഡ് ടുവിന് ശേഷം എഴുതുന്ന വെർബ് ING വെർബായിരിക്കണം. ഏതായിരിക്കണം? വെർബ് പ്ലസ് ING രൂപമായിരിക്കണം. മൂന്നാമത് ക്വസ്റ്റ്യൻ ടാഗിൽ എന്താ നമ്മൾ പഠിച്ചത്? യൂസ്ഡ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ യൂസ്ഡ് ടു ഒരു ഓക്സിലറി വെർബാണെങ്കിലും ആ ഓക്സിലറി കൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കാൻ പാടില്ല. എപ്പോഴും പകരക്കാരനായിട്ട് ആരിൽ ആരംഭിക്കണം? ഡിഡിൽ ആരംഭിക്കണം. യൂസ്ഡ് ടുവിൻ്റെ പകരം ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്ന വാക്ക് ഡിഡാണ്. സിമ്പിളാണ്, ഓർത്തു വെക്കുക. 1 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ ഇത് സഹായിക്കും. അപ്പോൾ യൂസ്ഡ് ടു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി വരുന്ന പരീക്ഷകളിൽ യൂസ്ഡ് ടു എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.